ഫൈനലി നമ്മുടെ കയ്യിൽ നമ്മുടെ Xiaomi 13 സീരീസിലുള്ള 3 സ്മാർട്ട് ഫോൺസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷവോമിയുടെ ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള Xiaomi 13 5Gയുടെ ഒരു അൺബോക്സിങ് ആൻഡ് ക്വിക്ക് ലുക്ക് വീഡിയോ ആണ്. സോ നേരെ നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സിനകത്ത് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ബാക്കിയുള്ള സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ അറിയാം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓളമർത്തി വയ്ക്കാനും മറക്കണ്ട. സോ ലെറ്റ്സ് അൺബോക്സ് Xiaomi 13. സോ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. വളരെ നല്ല രീതിയിൽ തന്നെ ബോക്സ് ഓപ്പൺ ആവുന്നുണ്ട്. ആക്ച്വലി ഇവിടെ നമുക്കൊരു ഐഫോണിൻ്റെ ഒരു ഫീൽ എനിക്ക് ചെറുതായിട്ട് തോന്നിയിട്ടുണ്ട്. ബട്ട് അവർ ഐഫോണിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. സോ ഇനി നമ്മൾ നേരെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ Xiaomiയുടെ ബ്രാൻഡിങ് കാണാനായിട്ട് പറ്റും. സോ നമുക്ക് ടോപ്പ് ഷെല്ലെടുത്ത് മാറ്റി നോക്കാം. ടോപ്പ് ഷെല്ലിൻ്റെ അകത്ത് നമുക്ക് ഒബ്വിയസ്ലി കിട്ടുന്ന പോലെ തന്നെ കേസും കുറച്ച് ഡോക്യുമെൻറ്റേഷൻസും മാത്രമാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ടോപ്പ് ഷെല്ലിൽ കിട്ടുന്നത്. സോ നമുക്ക് കേസ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാരണം ഒരുപാടധികം ആൾക്കാരും ഈ ഒരു ക്ലിയർ കേസ് ഇഷ്ടപ്പെടുന്നവരാണ്. സോ ഇവിടെ നമുക്കൊരു ക്ലിയർ സിലിക്കൺ കേസാണ്, അല്ലാതെ TPU കേസ് ഒന്നുമല്ല കൊടുത്തിട്ടുള്ളത്. സോ നേരെ നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് പോകാം. സോ ഇതാണ് നമ്മുടെ Xiaomiയുടെ 13 5G ആൻഡ് നമുക്ക് ബോക്സിൻ്റെ അകത്തൊരു 67 വാട്ട്സിൻ്റെ ചാർജറും അതോടൊപ്പം തന്നെ Type-C കേബിളും കൊടുത്തിട്ടുണ്ട്. സോ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ബോക്സിനകത്ത് കിട്ടുന്നത്. അപ്പോൾ ഇനി നേരെ നമുക്ക് ഡിവൈസിലേക്ക് പോകാം. സോ ഇതാണ് നമ്മുടെ Xiaomi 13 5G എന്ന് പറയുന്ന ഡിവൈസ്. ആക്ച്വലി ഇപ്പോൾ തന്നെ നിങ്ങൾ കാണാൻ മനസ്സിലാവുമായിരിക്കും ഒരു ബോക്സ് ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു റാപ്പിങ്ങിൽ നിന്ന് നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് എടുക്കാം. സോ ഇതാണ് നമ്മുടെ Xiaomiയുടെ 13 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ആക്ച്വലി ഈ ഒരു ക്യാമറ ആംഗിൾസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എവിടെയൊക്കെ MI 11 അൾട്രയുടെ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ട് എനിക്ക് തോന്നി. ബട്ട് അവിടെയായിട്ട് ചെറിയൊരു ബ്രാൻഡിങ്ങിൽ എന്തൊക്കെയോ ഒരു എഴുത്ത് കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ലീക്കയുടെ ബ്രാൻഡിങ് ആവട്ടെ, ലീക്കായിട്ടുള്ള കൊളാബറേഷനിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ലീഗിയുടെ ബ്രാൻഡിങ് കാര്യങ്ങളും. സോ സൈഡ് ബൈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ എനിക്കൊരു ഐഫോൺ ഫീൽ തോന്നുന്നുണ്ട്. എക്സാക്ട്ലി നമ്മുടെ iPhone 14 Pro Max അല്ലെങ്കിൽ 13 Pro Max കയ്യിലെടുക്കുന്ന രീതിയിലാണ് ഒരു ബോക്സ് ഡിസൈൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. സോ സൈഡ് ബൈ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ വളരെയധികം ഗ്ലേസിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് മുകൾ ഭാഗത്തായിട്ട് നമുക്ക് 2 സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. എന്നാലും നമ്മുടെ ഡിവൈസ് നമുക്ക് ബൂട്ടപ്പ് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. സോ ഇവിടെ നമ്മുടെ ഡിവൈസ് ബൂട്ടപ്പ് ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സോ ഓക്കെ, സോ ഇവിടെ MIയുടെ ലോഗോ കാണിക്കുന്നുണ്ട്. സോ ഡയറക്റ്റ്ലി നമുക്കിവിടെ MIUIയുടെ പേജിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇവിടെ കറൻറ്റ്ലി ഇപ്പോൾ നമുക്ക് MIUI 14 വെച്ചിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. സോ ഇപ്രാവശ്യം ഇതിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ളൊരു സോഫ്റ്റ്വെയർ ബേസ്ഡ് എക്സ്പീരിയൻസ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ജസ്റ്റ് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, സോ നമ്മളിവിടെ നമ്മുടെ MIUI 14 ഫുൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ MIUI 14 അത് കിട്ടുന്നത്. ആൻഡ് ഇതിനകത്ത് കുറച്ച് വിഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആപ്പ് ആനിമേഷൻസ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഇതിനകത്ത് ലോട്ട് മോർ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്ന MIUI 14 റിവ്യൂ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതൊരു പേഴ്സണലി ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാടധികം കാര്യങ്ങൾ റിമൂവ് ചെയ്തിട്ടുണ്ട്, പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ എന്തൊക്കെയായാലും എനിക്ക് ഈ ഒരു Xiaomi 13 5G എന്ന് പറയുന്ന ഡിവൈസ് ഇഷ്ടപ്പെട്ടു. സോ ബാക്കൊക്കെ ഒരു ലെതർ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരുപാടധികം കളർ വേരിയൻസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ റെഡ് അവൈലബിൾ ആണ്, ബ്ലാക്ക് അവൈലബിൾ ആണ്, വൈറ്റ് അവൈലബിൾ ആണ്, ഈ ഒരു ലൈറ്റ് ബ്ലൂ അവൈലബിൾ ആണ്. സോ ഒരുപാടധികം കളർ വേരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ആ ഒരു സ്മാർട്ട് ഫോണിനനുസരിച്ചുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇതിൻ്റെ ക്യാമറയിൽ നോക്കുകയാണെങ്കിൽ വളരെ രീതിയിലുള്ള ക്വാളിറ്റിയുള്ള പിക്ചേഴ്സാണ് ഇത് ഷോട്ട് ചെയ്യുന്നത്. ആൻഡ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ബേസ് വേരിയൻ്റ് ആണെന്ന്. സോ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് കിട്ടുന്നുണ്ട്. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഇന്ത്യൻ പ്രൈസ് കറൻറ്റ്ലി പറയുകയാണെങ്കിൽ ഏകദേശം 30,000 അല്ലെങ്കിൽ 28,000 രൂപയ്ക്ക് താഴെയായിരിക്കും വരുന്നതെന്നാണ് പ്രൈസ് അക്കോർഡിംഗ് ടു GSM വരെയും നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിംഗ് വീഡിയോയിലും ഫസ്റ്റ് ലുക്കിൽ എനിക്ക് പറയാനായിട്ട് പറ്റുന്നുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളും മറ്റു വിശേഷങ്ങളും അടുത്തൊരു വീഡിയോയിൽ കണ്ടുകൂട്ടാം. സോ അൺടിൽ ദെൻ ദിസ് ഈസ് സൈനിങ് ഓഫ്. ബൈ, സീ യു സൂൺ.